അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിർസത്തെ ഹബീബ്മാരെ, അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നെ മക്ക, ആ മക്ക ചൊന്നബല കേൾക്കില്ലാണ്ട് ചൊന്നിട്ട് കംപ്ലൈൻറ്റ് ചൊല്ലെങ്കത്തെ കുറേ രക്ഷിതാക്കളുള്ളാർ, കുറേ ഉമ്മമാർ ചൊല്ലാറ് നൻ്റെ മോണ് ചൊന്നബല കേൾക്കടേ ഇല്ല, ഹട്ട ചൊന്നെങ്കിൽ ഹട്ടത്തെ മാറി അവನು ചൊന്ന സാമാನು എടുത്തു കൊടുത്തില്ലണ്ടായെങ്കിൽ നിലത്ത് പോന്നിട്ട് പൊറലിടെ ബൊബിഡേ കൈക്ക് കിട്ടിയ സാമാನು എന്തിരണ്ട് നോക്കാണ്ട് എറിഞ്ഞിട്ട് പൊട്ടുപാട്ടേ. ഇനി ഔത്തുള്ളിന്നുണ്ടെങ്കിൽ ഉറുമ്പോത്തും തെക്കാണ്ട് അഞ്ഞ ഓടേ ഇഞ്ഞ ഓടേ, അത് വലിച്ചിട്ടേ ഇത് വലിച്ചിട്ടിട്ടേ, ഗോഡ്രേജിൽ നിന്ന് ഡ്രസ്സ് വലിച്ചിട്ടിട്ടേ, കളിക്കിற ടോയ്സ് എറിഞ്ഞിട്ട് വെക്കടേ. അങ്ങനെ ഒന്നെങ്കിൽ ഹട്ടാ ചെന്നിട്ടുള്ളെങ്കിൽ മക്ക ഔത്രേ ഭർത്തയുടെ കഴിഞ്ഞ് പോയിട്ടെങ്കിൽ ഫാമിലി ഞങ്ങളൊത്ത് പോയിട്ടെങ്കിൽ അവിടെ പോയിട്ട് കലാട്ടാക്കടേ, അവിടെ ഹട്ട പിടിക്കടേ. എന്തെങ്കിലും ഷോപ്പിംഗ് പോയിട്ടെങ്കിൽ കണ്ടതും കിട്ടിയതും എല്ലാം എടുത്തു തരുവാനായിട്ട് ഗലാട്ടാക്കിയിട്ട് ആ അങ്ങോട്ടെ ബറാണ്ട് അവിടെ ഗലാട്ടാക്കിയിട്ട് ഗുൽമാളാക്കി തെക്കണമെങ്കിൽ മക്ക. ഇനി മദ്രസത്തിലും സ്കൂളിലും പോയിട്ടെങ്കിൽ അവിടെ ഉസ്താദുമാരെയും ടീച്ചർമാരെയും കംപ്ലൈൻറ്റ്, നിങ്ങളെ മോണു ചൊന്നബല കേൾക്കില്ല, ബാക്കി എന്തെങ്കിലും അടിക്കിടെ ഉപദ്രാക്കിടെ പൽക്കാറെ അപ്പറിപ്പറ പോയി ഒണ്ടിക്കിടെ വർക്കാക്കില്ല, ചൊന്നബല കേൾക്കില്ല ചൊന്നിട്ടു മദ്രസലും അതുപോലെ സ്കൂളിലും കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കരെ മക്ക ഞങ്ങൾക്ക് ചിലപ്പോൾ ഇക്കുവാറ്. ആ മക്കളുടെ ശരിയാക്കില്ലെങ്കത്തെ ആ മക്കളുടെ സ്വഭാവം നല്ലായിട്ട് അങ്ങനെ ഹട്ടയില്ലാണ്ടായിട്ട് അങ്ങ് ചൊന്നെങ്ക് ചൊൽത്ത് കേക്കിട മക്കായിട്ട് ബദലാവകൂ ഉപകാര കിട്ടണമെങ്കത്തെ കുറേ ദിക്കറുകളും ആയത്തെ ഇട്ടിക്കിട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ പൽക്കാറോ ആറും മിസ്സാക്കിരണ്ട. നാണിൻ്റെ ഒന്നാമതായിട്ട് ചൊല്ലുന്നത് സൂറത്തു ആലു ഇമ്രാൻ്റെ 36 ആയത്തേറ്റിക്കിട്. ഈ ഒരു പരിഹാരമാണ് ഫസ്റ്റ് ചൊല്ലുകൊല്ല. കാരണം ഞങ്ങളെ മക്ക ഹട്ടക്കെട്ട് ചിലപ്പോൾ വേറെ ചില ബുദ്ധിമുട്ട് കാരണം കൊണ്ടേറ്റിക്കൂ, എവിടെയെങ്കിൽ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ ഇബ്ലീസ് ഷെയ്ത്താൻ്റെ എന്തെങ്കിലും ഷറലകപ്പെട്ടിട്ടാ, അല്ലെങ്കിൽ കാത്തുപിച്ചലായിട്ടാ, കണ്ണീറ് കൊണ്ടാ, വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നത് കൊണ്ടു ഇങ്ങനെ ഹട്ടക്കെട്ടുണ്ടായെങ്കിൽ ചൊന്നെങ്കിൽ കേൾക്കാത്ത മക്കായിട്ടുണ്ടായെങ്കിൽ അതൊക്കെ ഈ ആയത്തേറ്റിക്കിടെ ഏറ്റവും ബെറ്റർ, ഏറ്റവും സൂക്തമായിട്ടുള്ളത് ഇതേറ്റിക്കിടെ. കാരണം ഈ ആയത്ത് മന്ത്രിച്ചുണ്ടായെങ്കിൽ ഷെയ്ത്താനിയത്ത് കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് വന്ന ബുദ്ധിമുട്ടും ഇല്ലാണ്ടാവൂ, അതിരൊട്ടികമേ അതിരെ കാരണം കൊണ്ടുവന്നെങ്കത്തെ ഹട്ട അതുപോലെ വാശി ചൊന്നെങ്കിൽ കേൾക്കാത്തെങ്കത്തെ ആ അവസ്ഥയും ഇല്ലാണ്ടാവൂ. ഇനി ഈ ഹട്ടത്തിന് കാരണം ഷെയ്ത്താനിയത്തായിട്ട് എന്തുമല്ല, കിരോട് സ്വാഭാവികമായിട്ട് സ്വഭാവം നിലക്ക് വന്ന ഹട്ടായെങ്കും ഈ ഒരു ആയത്ത് മന്ത്രിച്ചുണ്ടായെങ്കിൽ അത് ഫലം കിട്ടിയിട്ടുണ്ടായിട്ടിക്കട് മഹാന്മാർ പഠിപ്പാട്ടിലെ സൂറത്തു ആലു ഇമ്രാൻ്റെ 36 ആയത്തേറ്റിക്കട്. ഈ ആയത്ത് 11 ബക്കമ അല്ലെങ്കിൽ 33 ബക്കമ ഓതിട്ട് ആക്കിട അവിടെ നെത്തിര ഭാഗത്ത് ഞങ്ങൾ ഊതണു. അങ്ങനെ കൊറിയ നാൾ ഏകദേശം ഒരു 11 നാളാണ് 21 നാളാണ് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇതാക്കിണ്ടായെങ്കിൽ ആക്കിട അവിടെ ഏത് ബുദ്ധിമുട്ടും അവന് കാട്ടണമെങ്കിൽ എല്ലാ ഹട്ടവും ഇല്ലാണ്ടായിട്ട് ചൊന്നെങ്കിൽ ചൊൽത്ത് കേൾക്കണമെങ്കിൽ കിടാവായിട്ട് ബദലാവിടാണ്ടായിട്ട് ഇവിടെ മഹാന്മാർ പഠിപ്പാട്ടിരെ 11 ബക്ക അല്ലെങ്കിൽ 21 ബക്ക ഇട്ടിക്കട് ഓതനായത്. അത് ഓതുന്നത് ഏത് ടൈമിലും ആ ടൈം ഞങ്ങളെ സൗകര്യം പോലെ ഇട്ടിക്കട്. ഇനി അതിര വർക്കല്ല ഒരാൾ ഒന്നരക്കാണ്ട് ജാസ്തി ബക്ക ഇങ്ങനെ ആവർത്തിച്ച് ഓതിരെങ്കും പ്രോബ്ലം ഇല്ല, നല്ല വിഷയം ഇട്ടിക്കട്. ഏകദേശം 11 നാൾ അല്ലെങ്കിൽ 21 നാൾ തോന്നണം ഇത് കണ്ടിന്യൂ ആയിട്ട് ഓതണം. ആ ആയത്ത് ഇങ്ങനെ ഇട്ടിക്കട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്നി ഉഈദുഹാ ബിക വദുനിയതഹാ മിനശ് ശൈത്വാനിർ റജീം. സൂറത്തു ആലു ഇമ്രാൻ്റെ 36 ഈ ആയത്ത് ഒരു പെണ്ണിങ്ങ പ്രസവിച്ച ഉടനെ കിടയുടെ കാതുക മന്ത്രിച്ചു കൊടുക്കാനായ ഒരു ആയത്തും ഇത് ഇറ്റിക്കിട്. കാരണം ഭയങ്കര അർത്ഥമില്ലെങ്കത്തെ ഒരു ആയത്തെ ഇറ്റിക്കിട്. ആ കിടയുടെയും ആ കിടയുടെ സന്താന പരമ്പരയിൽ വേണ്ട എല്ലാ മക്കളെയും ഇബ്ലീസ് ലാനത്താക്കപ്പെട്ട അള്ളാഹുടെ റഹ്മത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടെങ്കത്തെ ഷെയ്ത്താൻ്റെ ഷറിൽ നിന്ന് റബ്ബെ നിൻ്റെ കാവൽ തേട എന്നിട്ട് അർത്ഥമുണ്ടെങ്കത്തെ ഒരു ആയത്തെ ഇറ്റിക്കിട്. ഈ ആയത്ത് ഞങ്ങളെ കിടാകവും മന്ത്രിച്ചു കൊടുത്തുണ്ടായെങ്കിൽ അവൻ്റെ എല്ലാ ഹട്ടവും അതുപോലെ ചൊല്ലുന്നെങ്കിൽ പോലെ കേൾക്കാണ്ട് ബുൾപുഡെങ്കത്തെ വാശി പിടിക്കലെങ്കത്തെ എല്ലാ സ്വഭാവം ഇല്ലാണ്ടാവൂ. ഇത് ഒന്നാമത്തെ പരിഹാരം ഇറ്റിക്കിട്. ഇനി രണ്ടാമത്തെ പരിഹാരം അള്ളാഹുടെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള ഒരു ഇസ്മയിറ്റിക്കിട്. ഹാദി ചൊല്ലണമെങ്കിൽ ഇസ്മു സന്മാർഗത്തിലാക്കറവണേ, നല്ല തെരുവിലാക്കറവണേ എൻ്റെ അർത്ഥമുണ്ടെങ്കിൽ ആ ഇസ്മ യഹാദി യാ അള്ളാഹ് ചൊന്നിട്ടു 6185 ബക്ക 6185 ബാരി ഓതിട്ട് തേനുകു ഊതിട്ട് ആ തേന് 21 നാൾ
ആ കിടവ് വെറും ബൈത്തിൽ കൊടുക്കുറണ്ടായെങ്കിൽ 21 നാളുടെ ഉള്ളിൽ ആ കിടാവുടെ സ്വഭാവം ചേഞ്ച് ആവിടു. ഉമ്മ ചൊന്ന ബല കേക്കട, ബാപ്പ ചൊന്ന ബല കേക്കട, രക്ഷിതാക്കൾ ചൊന്ന ബല കേക്കട, അവന് ഹട്ടകെട്ടാണ്ട് അവൻ്റെ സ്വഭാവം നോർമൽಗೆ എത്തിട്ട് ഹാദീജുളുടെ ഇസ്മയുടെ മഹത്വം ചൊന്നെങ്കത്തെ മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടിനാറ്. 6185 ബക്കയിട്ടിക്കിട് ഓതനായെ ಅದರೊಟ್ಟಿಗೆಮೆ ಅದು ವರ್ಕಾಕಿಂಗು ಓದಿಂಗು ಮಯೋಡು ಅದರೊಟ್ಟಿಗೆಮೆ ಎಲ್ಲ ನಾളും അതേ തേനുക് 163 ബക്ക യാ ഹാദി യാ അള്ളാ ചൊന്നിട്ട് ഊതിയുണ്ടായെങ്കിൽ പിന്നെയും അതൊക്കെ ഫവർ കൂട്ടു ഞങ്ങളെ ഉദ്ദേശം പെട്ടെന്ന് ഹാസിലാവുകൊണ്ട് മഹാന്മാർ ചൊന്നറാറ് 2 ರೂಪಾಯಿ ഇട്ടിക്കരുത് 2 പ്രയോഗം ഇട്ടിക്കരുത് ഞാൻ ചൊന്നേ. ഒന്ന് യാ ഹാദി യാ അള്ളാ 6185 ബക്ക ഓതിട്ട് ഊതിട്ട് തേന് ഊതരെ, എന്നിട്ട് ആ തേന് എല്ലാ നാളും കൊടുക്കണേ. പിന്നെ 21 നാളിലും വേറെ ഓതുകയില്ല. ഇനി രണ്ടാമത്തെ പ്രയോഗ ഈ ഇതേ ചൊന്നവരെല്ലാം ആക്കിയിട്ട് എല്ലാ നാളും 163 ബക്ക അത് ഓതിട്ട് ഊതരണ്ടായെങ്കിൽ പിന്നെയും അതൊക്കെ ഫവർ കൂട്ടു ആക്കിയിട്ട് അവിടെ സ്വഭാവം നല്ല അവിടെ ഉണ്ടായിട്ടിക്കർ മഹാന്മാർ ചൊന്നരെ. ഇത് രണ്ടാമത്തെ പരിഹാരമായിട്ടിക്കട്. മൂന്നാമത്തെ കാര്യം വളരെ സിമ്പിളായിട്ട് എല്ലാ ആൾമാർക്കും ഏത് ടൈമും ആക്കുക അവിടെങ്കിത്തെ ഒരു കാര്യമായിട്ടിക്കട്. ഒരു കുപ്പി തേൻ എടുക്കണു, അല്ലെങ്കിൽ സംസം തന്നെയും ആവിടു. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടു 786 ബക്ക അതൊക്കെ മന്ത്രിക്കണം. എന്നിട്ട് ഏത് നാളും മന്ത്രിക്കുക, ഇന്ന നാളുണ്ട് അതൊക്കെ കണക്കില്ല. നല്ല നാളായെങ്കിൽ ഭാര്യ നല്ല, ഒരു വെള്ളിയാഴ്ച ജാവുണ്ടായെങ്കിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച ജാവുണ്ടായെങ്കിൽ ഭാര്യ നല്ല. ഏതെങ്കിലും ഒരു നാളിൽ തേനുക അല്ലെങ്കിൽ സംസം തന്നുക 786 ബക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് ഓതിട്ട് ആ കിടവു സുബഹിക്ക് വെറും ബൈത്തുളും അതുപോലെ ജാവും ഉറങ്ങിടുമെന്നുള്ളതായിട്ട് അത് കൊടുക്കണോ. ഇങ്ങനെ 21 നാളായിട്ടിക്കട് കൊടുക്കണായുടെ ഉറക്കയിട്ടിക്കട് മന്ത്രിക്കണായ 786 ബക്ക ബിസ്മി മന്ത്രിക്കണോ. എന്നിട്ട് വെറും ബൈത്തുളും അതുപോലെ ജാവ് ഉറങ്ങിടുമെന്നുള്ളതായിട്ട് ഇട്ടിക്കട് ആ കിടവ് കൊടുക്കണായ 21 നാൾ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടായെങ്കിൽ ആ കിടാവുടെ സ്വഭാവം ചേഞ്ച് ആവിടെ ഉണ്ടായിട്ടിക്കട് മഹാന്മാർ ചൊന്നരെ. ഇനി ഒരാൾ 4 മന്ത്രിക്കുണ്ടായെങ്കിൽ 4 786 മന്ത്രിക്കൊണ്ടില്ല, 4 330 അല്ലെങ്കിൽ 4 101 33 എത്രയും ബിസ്മി മന്ത്രിക്കുണ്ടായെങ്കിൽ പ്രോബ്ലം ഇല്ല, നല്ല വിഷയമേ. ഞങ്ങൾക്ക് കണക്ക് പ്രകാരം 786 ബക്ക ഉറക്ക മന്ത്രിക്കുന്ന ഐറ്റിക്കട് ഇടയ്ക്കതൊക്കെ മന്ത്രിച്ചുണ്ടായെങ്കിൽ അതിൻ്റെ പവർ കൂടുതലാണ്ട് കുറയില്ല. ഇങ്ങനെ മന്ത്രിച്ചിട്ട് 21 നാൾ കൊടുക്കുന്നുണ്ടായെങ്കിൽ ഹാക്കിയിട്ട് അവിടെ എല്ലാ ഹട്ടവും ഇല്ലാണ്ട് അവിടെ ചൊന്ന പോലെ കേക്കട. മദ്രസത്തിലും സ്കൂളിലും മൗത്ത് പർത്തും എല്ലാ മൗത്തും ആ കീടോട് സംബന്ധിച്ച് വന്നുകൊണ്ടിരുന്നെങ്കിലത്തെ കംപ്ലൈൻ്റ് എല്ലാം ഇല്ലാണ്ടായിട്ട് ഒരു സ്വാലിഹായ നല്ല കീടവായിട്ടാണ് ബദലാവിടാണ്ടായിട്ടിക്കട് മഹാന്മാർ ഇതിരെ മഹത്വ ചൊന്നരെ. റഹമുറാഹിമായ അള്ളാഹു ഞങ്ങളെല്ലാവരെയും മക്കളുടെ സ്വഭാവം അള്ളാഹു നല്ലാക്കി തരട്ടെ. ഹട്ടയില്ലാത്ത മക്കളായിട്ട് ചൊന്ന പോലെ കേക്കട മക്കളായിട്ട് സ്കൂളിലും മദ്രസത്തിലും എല്ലാത്തിലും നല്ലതുപോലെ നല്ല സ്വഭാവമുള്ള മക്കളായിട്ട് ഞങ്ങളെ മക്കളുടെ അള്ളാഹു ബദലാവനാക്കി തരട്ടെ. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രോബ്ലമും അള്ളാഹു ഇല്ലാണ്ടാക്കട്ടെ. ഓഫ്ലൈനിലൂടെയും ഓൺലൈനിലൂടെയും ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്താക്കിയ ആൽമാർ എവിടെയുള്ള ഉള്ള എല്ലാ ആൽമാർക്കും അള്ളാഹു ഹൈറായ ജീവിതം എത്തുപാട്ടി കൊടുക്കട്ടെ. ഞങ്ങളെ അബ്ബ, ഞങ്ങളെ ഉമ്മ, ഏലങ്ങ, മൂത്തങ്ങ, പെഞ്ഞിമക്ക, കുടുംബത്തങ്ങ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് ചോറ് തന്നങ്ങ, സഹായിച്ചങ്ങ, സഹകരിച്ചങ്ങ, ഞങ്ങൾക്കും ഞങ്ങളെ മുത്തഅല്ലിമീങ്ങ് എല്ലാ അർത്ഥത്തിലും ഒത്താശയാക്കി തന്നങ്ങ മുത്തഅല്ലിമീങ്ങളെ കുടുംബക്കാർ അടക്കമുള്ള ഞങ്ങളെ ഈ ക്ലാസ് നിരന്തരമായി കേട്ടുകൊണ്ടും ഇതിൽ ഹിദ്മത്ത് എടുത്തുകൊണ്ടും ഷെയറാക്കിക്കൊണ്ടും ബാക്കിയുള്ള ആൾമാർക്ക് എത്തുപാട്ടി കൊടുത്തുകൊണ്ടുള്ള ഇൽമുടെ ഹാദിമീങ്ങ എല്ലാ ആൾമാർക്കും അള്ളാഹു സന്തോഷമുള്ള ജീവിതം എത്തുപാട്ടട്ടെ. എല്ലാവിധ ആഫത്ത് ബല മുസീബത്തിനെ തൊട്ട് കാത്തു സലാമത്താക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.